വയനാട് മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച ഒരു യുവതിയുടെ വയറ്റിൽ നിന്ന് 2.5 മാസത്തിന് ശേഷം തുണിക്കഷ്ണം ലഭിച്ചെന്ന പരാതി. പാണ്ടിക്കടവ് സ്വദേശിനി ആണ് മെഡിക്കൽ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം ഡോക്ടർക്കെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഡോക്ടറുടെ ശ്രദ്ധ കുറവാണ് തുണിക്കഷ്ണം കുടുങ്ങാൻ കാരണമായത് എന്നാണ് പരാതിക്കാരിയുടെ ആരോപണം. പ്രസവിച്ചാണ്. എന്നിട്ട് 75 ദിവസം വരെ ഈ വയറ്റിൽ പിന്നെ ഈ തുണി ചുരുണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, വെള്ളം കുടിച്ചാൽ മതി. എന്നിട്ട് വെള്ളം കുടിച്ചാൽ മതി, പിന്നെ കുറേ മരുന്നൊക്കെ തന്ന് എന്നിട്ട് അങ്ങ് നമ്മൾ വിട്ട് ചെയ്ത്. പിന്നെ ഭയങ്കര വയറുവേദന, സ്മെല്ല് എല്ലാം വന്നായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് എന്തുകൊണ്ട്, പിന്നെ സ്മെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഞാനും അമ്മയും കൂടെ ആശുപത്രിയിൽ പോയി ഡോക്ടറുടെ ഉള്ളിൽ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, മരുന്നും കാര്യങ്ങളും തന്നു, ഒരു കുഴപ്പമില്ല. 2 പ്രാവശ്യം ചെക്ക് ചെയ്തു, എന്നിട്ടും ഒരു കുഴപ്പമില്ല എന്നാണ് വീട്ടിലോട്ട് വന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുകയാണ് നമുക്കൊപ്പം. സുർജിത്ത്, എന്തായി സംഭവിച്ചത്? അടിക്കടി ഇങ്ങനെയുള്ള പിഴവുകൾ ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നല്ലോ, പറയൂ വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. മന്ത്രി OR കേളു, അതോടൊപ്പം തന്നെ ആശുപത്രി സൂപ്രണ്ട്, DMO എന്നിവർക്കാണ് പാണ്ടിക്കടവ് സ്വദേശിയായ, മാനന്തവാടിയിലെ പാണ്ടിക്കടവ് സ്വദേശിയായ 21-കാരിയായ യുവതിയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ പ്രസവം നടക്കുന്നത്. ഇതിനുശേഷം അവർ ആശുപത്രി വിട്ടു. സുഖപ്രസവമായിരുന്നു. ആശുപത്രി വിട്ട ശേഷം അവർക്ക് കരശായ വേദന അനുഭവപ്പെട്ടു. 2 ഘട്ടങ്ങളിലായി 75 ദിവസത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് വീണ്ടും എത്തി. ഈ വേദനയും അസഹനീയമായ വേദനയും ഒപ്പം തന്നെ ദുർഗന്ധവും അനുഭവിക്കുന്നു എന്നുള്ളതാണ് യുവതി പരാതിയായി പറഞ്ഞത്. പക്ഷേ ഡോക്ടർ സ്കാൻ ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ആക്ഷേപം. ഈ സ്ത്രീരോഗ വിഭാഗത്തിലെ ഡോക്ടർക്കെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിരിക്കുന്നത്. 75 ദിവസത്തിന് ശേഷമാണ് തുണിക്കഷ്ണം പുറത്തേക്ക് വന്നത്. ഒരു വലിയ തുണിയുടെ ഒരു കെട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. കാരണം സ്കാൻ ചെയ്യാൻ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഈ വെള്ളം കുടിക്കാത്തതിന്റെ പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ അറിയിച്ചു എന്നുള്ളതാണ് ഈ യുവതി പറയുന്നത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ്. കൃത്യമായി പരിശോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ തുണിക്കഷ്ണം കുടുങ്ങില്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. തുണിക്കഷ്ണം എന്ന് അല്ല, അതിനപ്പുറത്തേക്ക് വലിയൊരു ബണ്ടിൽ തന്നെയാണ് പുറത്തേക്ക് വന്നത്. എന്തായാലും വലിയ വേദന ഈ യുവതിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വേദനയെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. നിലവിൽ മന്ത്രി OR കേളു അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനുൾപ്പെടെ സ്ഥലം MLA കൂടിയായ മന്ത്രിക്കടക്കം ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നുള്ളതാണ് OR കേളു മന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മന്ത്രി അടക്കം ഉറപ്പ് നൽകുന്നത്. കൃത്യമായ രീതിയിൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ നൽകുന്ന ഉറപ്പ്. ഈ ഒരുപക്ഷെ അത് ഇൻഫെക്ഷൻ അടക്കം ഉണ്ടായി അത് വലിയ രീതിയിലുള്ള അപകടത്തിന് സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റ് ഡോക്ടർമാരടക്കം പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകണം എന്നുള്ള ആവശ്യം പൊതുവെ ഉയരുന്നുമുണ്ട്. SK. ഓക്കെ, സുർജിത്ത്, ഈ പരാതി കിട്ടിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഇതിൽ നടപടി എടുക്കും അല്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്ന സൂചനയെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ മന്ത്രി OR കേളുമായി സംസാരിച്ചിരുന്നു, അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്, കൃത്യമായ രീതിയിൽ തന്നെ ഒരു അന്വേഷണം നടത്തും എന്നുള്ളത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രോപ്പറായ ഒരു അന്വേഷണം ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം സൂപ്രണ്ടിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നോട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം ഇതിൽ എന്താണ് സംഭവിച്ചത്, ഇതിനകത്തൊരു കൃത്യമായ അന്വേഷണം വേണം. ഒരു യുവതിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സ്വാഭാവികമായും കൃത്യമായ ഒരു അന്വേഷണം വേണം. ആ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. SK. ഓക്കെ, എന്തായാലും യുവതിയുടെ പ്രസവം നടന്നു കഴിഞ്ഞ ഒക്ടോബർ 10-ാം തീയതിയാണ്. പ്രസവശേഷം അസഹനീയമായ വേദന അനുഭവപ്പെടുന്നതാണ് യുവതി വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിയത്. 2 തവണ ആശുപത്രിയിൽ പോയിട്ടും സ്കാനിങ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഈ തുണിക്കഷ്ണം. അവരുടെ ഉള്ളിൽ കാണുന്ന തുണിക്കഷ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ്. ഇപ്പോൾ മന്ത്രി OR കേളു നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. നമസ്കാരം മിനിസ്റ്ററെ. ശരിക്കും അക്ഷന്തവ്യമായ ഒരു അപരാധമാണ് ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ. ഇത്രയും വലിയൊരു സാധനം അവരുടെ വയറ്റിൽ അവശേഷിപ്പിച്ചിട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് എല്ലാം പൂട്ടി അവർ കടന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താണ് മന്ത്രിക്ക് കിട്ടിയ പരാതി? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിഞ്ഞോ? ഈ പരാതി എനിക്ക് ഇന്നാണ് ലഭിച്ചത്. ആ, അപ്പോൾ ആ പരാതി ഞാൻ പരിശോധിച്ചതിൽ നിങ്ങൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു നിജസ്ഥിതി അന്വേഷിക്കാനായിട്ട് ഞാനത് ആശുപത്രി സൂപ്രണ്ടിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് അന്വേഷിച്ച് അത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഈ കാര്യത്തിൽ അങ്ങയുടെ ഒരു ചടുല നീക്കം? കാരണം ഇതൊക്കെ വളരെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നും. കാര്യം രോഗികളുടെ കാര്യമായ ഒരു പരിഗണന ഇവർ കൊടുക്കുന്നില്ലെന്നല്ലേ? അത് 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ വിഷയം ഇപ്പം വരുന്നത്. അപ്പൊ അത് തന്നെ എന്തെല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഞാനത് അന്വേഷിക്കാനായിട്ട് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, താങ്ക് യു ശ്രീ ഒ ആർ കേളു. മന്ത്രി ശ്രീ ഒ ആർ കേളു നമ്മോട് പ്രതികരിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം പരാതി കിട്ടിയ ഉടനെ തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അനന്തര നടപടികൾ അദ്ദേഹം സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.